വാക്യം വായിച്ചാരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വായിച്ചാരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യത്തെക്കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്ന ഈ ഭാഗത്ത് പറയുകയാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം ഇന്നാർക്കെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് ഭാഗവാക്കായി എൻ്റെ ജീവിതത്തിൽ ദൈവ ശുശ്രൂഷയുടെയും ദൈവപ്രവൃത്തികളുടെയും എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരുവാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വചനത്തിൻ്റെ അകത്തുള്ള മാർമിക രഹസ്യം ശ്രദ്ധിക്കുക. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ ദൈവം അഭിഷേകം ചെയ്തു. മാത്രമല്ല യേശു ക്രിസ്തുവിനെ ശക്തിയാലും അഭിഷേകം ചെയ്തു. രണ്ട് തലത്തിൽ, രണ്ട് ലെവലിൽ നിൽക്കുന്ന പാരലലായി പോകേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. യേശുവിനെ, നസ്രത്തുകാരനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും നസ്രത്തുകാരനായ യേശുവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇന്നെ ശ്രദ്ധിക്കുന്ന ചിലർ ഈ സർവീസ് കഴിയുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു പകർച്ചയ്ക്കായി പ്രാർത്ഥിച്ചു. ഐ ബിലീവ് ഭയങ്കരം ഒരു പകർച്ച ദൈവം പലരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, പലരുടെയും കുടുംബത്തിൽ, പലരുടെയും ജീവിതാവസ്ഥകളിൽ ഒരു പകർച്ച ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് അഭിഷേകം ചെയ്യുന്നത്. യെസ്, യേശു കർത്താവാണ് അഭിഷേകം ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയാണ് നമ്മൾ പാടിയത്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നവനെ ഇന്ന് നമ്മൾ വാഴ്ത്തി സ്തുതിക്കുവാനിടയായി തീർന്നു. അഭിഷേകം തരുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ യേശു കർത്താവ് അഭിഷേകം തരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തരും, ശക്തിയുടെ അഭിഷേകവും തരും. ഇത് രണ്ടും രണ്ട് തലത്തിലാണ് അത് ഇന്ന് പൂർണ്ണമായി പ്രാപിക്കുവാൻ നമ്മൾ ഗ്രഹിച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചായിരുന്നു. ഇന്ന് വായിക്കണം എന്നില്ല, പറഞ്ഞു വിട്ടുപോകാൻ ആഗ്രഹിക്കുക. ദൂതൻ മറിയോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വരും. ഓക്കെ, ഒന്ന് വായിച്ചേക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35. ദൂതൻ മറിയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആദ്യം പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. മറിയോട് പറയുകയാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. അടുത്തത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി. ആദ്യമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് അത്യുന്നതന്റെ ശക്തി. രണ്ടും രണ്ടളവിൽ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഈ രണ്ട് അളവിൽ ഉള്ള പാരലലായി പോകേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു മണ്ഡലത്തിലേക്ക് കയറുവാനിടയായിത്തീരും. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ചിലർ അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ തയ്യാറായിക്കോ. കാര്യം, ചിലതിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞു, മറ്റു ചിലതിനെ ഇന്ന് ശക്തിയാൽ യേശു കർത്താവ് അഭിഷേകം ചെയ്തിരിക്കും. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഓൾറൈറ്റ്, ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം, ശമൂവേൽ പ്രവാചകൻ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ക്രിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. 1 ശമൂവേൽ 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. Somehow എന്നെയും പരിശുദ്ധാത്മാവും തമ്മിൽ ഉള്ള വലിയൊരു ബന്ധത്തെക്കുറിച്ച് ബൈബിൾ ഉടനീളം കാണുവാൻ സാധിക്കും. അത് പ്രാർത്ഥിച്ച് അഭിഷക്തന്മാർ ജനത്തിൻ്റെ മേൽ എണ്ണ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം മുതൽ മറ്റ് പലതും നടക്കുന്നത്. ഈവൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എണ്ണ വെച്ച് പ്രാർത്ഥിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ, അനുഭവത്തിൽ കാണുവാൻ സാധിക്കും. അതിന് പ്രസക്തിയുണ്ട്, അതിനർത്ഥമുണ്ട്. അഭിഷേകത്തിൻ്റെ തൈലം ഇവിടെ കാണുവാൻ സാധിക്കും. അഭിഷേകത്തിൻ്റെ തൈലവും എണ്ണയുമായി ഇപ്പോൾ ഞാൻ അല്പം ഒന്ന് കമ്പയർ ചെയ്യുവാൻ ആഗ്രഹിക്കുക. തൈലക്കൊമ്പിൽ നിന്നും തൈലം, ഈ ഓയിൽ, ദ ഹോൺ ഓഫ് ഓയിൽ, ഈ തൈലക്കൊമ്പിൽ നിന്നും എണ്ണയെടുത്ത് ദാവീദിൻ്റെ സഹോദരന്മാർ അവിടെ നിൽക്കുമ്പോൾ ദാവീദിൻ്റെ മേൽ ഒഴിച്ചു. പരിശുദ്ധാത്മാവ് ആ മുറി മുഴുവൻ നിറച്ചെങ്കിലും സഹോദരന്മാരുടെ മേൽ ഒരു പക്ഷേ ആ നിറഞ്ഞ സാഹചര്യത്തിൽ ഇറങ്ങിക്കാണും. 120 പേർ ഒരുമിച്ചിരുന്നിടത്ത് ആ മുറി നിറയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി ഓരോരുത്തരുടെ മേൽ ഇരുന്ന് 120 പേരുടെ മേലും
പതിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ കാണുവാനിടയായി തീരും. ശക്തിയുടെ പകർച്ച അവിടെ കാണുവാനിടയായി തീരും. ഇവിടെ സഹോദരന്മാർ എല്ലാമുണ്ട്, മാതാപിതാക്കൾ ഒരുപക്ഷെ അവിടെ അടുത്തുണ്ടായിരിക്കും. അവരുടെ മേലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അളവിൽ ഒരു പകർച്ചയുണ്ടെന്ന് പറഞ്ഞാലും എന്ത് സംഭവിച്ചു? ദാവീദിൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനിടയായി തീർന്നു. എണ്ണ ശരീരത്തെ സ്പർശിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ ശരീരത്തിലേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. ഇന്ന് ഈ മെസ്സേജ് കഴിയുന്നതിൻ്റെ മുൻപേ ചിലർ മനസ്സിലാക്കും ദ ഡൈനാമിക്സ് ഓഫ് സ്പിരിറ്റ് വേൾഡ്. ആത്മമണ്ഡലത്തിലെ ചില ചലനങ്ങളുടെ പിൻപിലുള്ള രഹസ്യങ്ങൾ ചിലർ മനസ്സിലാക്കും. എല്ലാവരുടെ മേലും പലരും വിചാരിക്കും, ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ വിചാരിക്കുന്നത് പോലെ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചലിക്കണം. നോ, നമ്മളുടെ ബുദ്ധിയിൽ, നമ്മളുടെ കാഴ്ചപ്പാടിൽ, എൻ്റെയും നിങ്ങളുടെയും അറിവിന് പരിമിതിക്കുള്ളിൽ പരിശുദ്ധാത്മാവിനെ ഒതുക്കുവാൻ സാധിക്കുകയില്ല. എന്തും കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രീതികൾ, പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളെ തന്നെ വിധേയപ്പെടുത്തിയാൽ നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഏത് പാരമ്പര്യത്തിൽപ്പെട്ടവരായിരിക്കും എൻ്റെ സഭ, എൻ്റെ പാരമ്പര്യം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ഗുഡ്, വിശ്വസിക്കുക. എങ്കിലും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണത്തിനനുസരിച്ച് നമ്മൾ ചലിക്കുവാൻ പഠിച്ചു കഴിയുമ്പോൾ, സഭയെ ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുവാനിടയായി തീരും. ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോസ്തലന്മാർ, നമ്മൾ പിന്നെ തുറന്ന് വായിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ എത്തും, അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ എണ്ണ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രത്യേക സ്വാധീനം ചെലുത്തുന്ന ഒരു യാഥാർത്ഥ്യം ബൈബിൾ വെളിച്ചത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ സാധിക്കും. ദാവീദിന്റെ സഹോദരന്മാർ ഇരിക്കുന്ന മുറിയിൽ, ദാവീദിന്റെ മാതാവും പിതാവും പ്രവാചകനും എല്ലാവരും ഇരിക്കുന്ന മുറിയിൽ ഒരു വ്യക്തിയുടെ മേൽ എണ്ണ വെച്ച് പ്രാർത്ഥിച്ചു. ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? 16-ാം അധ്യായം 13-ാം വാക്യം. ശമൂവേൽ തൈലക്കൊമ്പിൽ നിന്നും തൈലം എടുത്ത് വായിച്ചാട്ടെ. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഒറ്റ ഇവന്റിൽ ആരംഭിച്ചെങ്കിലും അന്നുകൊണ്ട് നിന്നില്ല. അന്നു മുതൽ പരിശുദ്ധാത്മാവ് നിരന്തരം തുടർച്ചയായി ദാവീദിന്റെ മേൽ വരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, അല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച, എണ്ണ വെച്ച് പ്രാർത്ഥിച്ച ഒരു അനുഭവം ഉണ്ടെങ്കിൽ അന്ന് മുതൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ബൈബിൾ വെളിച്ചത്തിൽ പറയട്ടെ. ആരെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കാത്തിരിക്കുന്നവർ ദൈവദാസന്മാരുടെ കൈവയ്പിനായി, അങ്ങനെ ദൈവിക വചനത്തിൽ പറയുന്ന അനുഭവങ്ങൾക്കായി അവരെ തന്നെ സമർപ്പിച്ചാൽ, അവരെ തന്നെ ഒരുക്കിയാൽ, അതിനുവേണ്ടി അവരെ തന്നെ വിട്ടുകൊടുത്താൽ, എണ്ണ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് മുതൽ പരിശുദ്ധാത്മാവ് വരുവാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുൻപിൽ തുറന്നു ലഭിക്കുകയാണ്. ഇതുവരെ ദൈവദാസന്മാരാരും എൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എത്രയും വേഗം ദൈവദാസന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളൊരു അവസരം കണ്ടെത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ ദൈവത്തിന് ഹിതമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നു. കാര്യം പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ അധികവും ബൈബിളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, പാപം ചെയ്ത മനുഷ്യൻ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചോടുകയല്ലായിരുന്നു. പകരം ആദമേ നീ എവിടെ എന്ന് ചോദിച്ച് ദൈവം ഇങ്ങോട്ട് വരികയായിരുന്നു. ദൈവം നമ്മുടെ നടുവിൽ പാർക്കുവാൻ നമ്മൾക്കൊരാലയം പണിയാം എന്നല്ല ദൈവജനം പറഞ്ഞത്. പകരം ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരാലയം പണിയട്ടെ. ഇന്നും നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ, ശരീരത്തിൽ, മൺപാത്രത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. എങ്കിലും ദൈവവചനത്തിൻ്റെ പ്രമാണം, അതിൻ്റെ രീതി, അതിൻ്റെ സ്പിരിച്വൽ ഡൈനാമിക്സ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ശരീരത്തിൽ അതിനെ വസിക്കുവാനുള്ള അന്തരീക്ഷം, അതിനാവശ്യമുള്ള സാഹചര്യം നമ്മൾക്ക് ഒരുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പിന്നത്തേതിൽ ശക്തിയെക്കുറിച്ച് ദാവീദിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങോട്ട് ഇന്ന് ഇറങ്ങുവാൻ സമയം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പിന്നത്തേതിൽ ശക്തിയും ദാവീദിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഉള്ള സകല തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ആവശ്യമുള്ള ഒരു കൃപ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ പകർന്നു. അങ്ങനെ ഇടയനായിരുന്ന ദാവീദ് പ്രൊമോഷൻ വാങ്ങിച്ച് ലാറ്ററൽ ഷിഫ്റ്റ്, ആ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനിടയായി തീർന്നു. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ആട്ടിടയനായിരുന്നവൻ വലിയൊരു ആടിൻ്റെ ഒരു വലിയ ബിസിനസ്സിലേക്ക് മാറിയെന്നല്ല.
100 ആടുണ്ടായിരുന്നു, ഇപ്പോൾ 10,000 ആടായി. ബിസിനസ്സിൻ്റെ വർധനവിനേക്കാൾ ഉപരി ദൈവം പറഞ്ഞു, നീ ആട്ടിടയനായിട്ട് പോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ നിനക്കൊരു ഷിഫ്റ്റ് തരും. പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകും. ആ ഷിഫ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഇടയനായിരിക്കുന്നിടത്തുനിന്ന് നീ രാജാവായി മാറുവാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ചിലർ, നിങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കരുത്. കാര്യം നിങ്ങൾ പോകുന്ന വഴിയിൽ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചില സംഭവങ്ങൾ സംഭവിക്കും. ക്ഷണത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആയിരിക്കുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ശക്തമായി വന്ന് സാഹചര്യങ്ങളെ നിയന്ത്രിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് നിങ്ങൾ അറിയാത്ത ചില ദിക്കിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വലിച്ചെറിയും. എപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചിലരുടെ മേൽ വന്നു കഴിയുമ്പോൾ, ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചില അളവിലേക്ക് എൻ്റെ ദൈവം ചിലതിനെ വലിച്ചെറിയുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകം ചിലരുടെ മേൽ വരുവാൻ, ചില മൺപാത്രങ്ങൾ തുറന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകളുടെ സമയമായി വരുന്നു എന്ന് ചിലരെ ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. യെസ്, ദാവീദേ, നിന്റെ മേൽ അഭിഷേകം വന്ന ഉടനെ നീ പ്രൊമോഷൻ പ്രാപിക്കുകയോ ഒന്നും സംഭവിച്ചില്ല. എങ്കിലും തക്ക സമയമായപ്പോൾ ദാവീദിനെ ദൈവം മാറ്റിയതുപോലെ ഇന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ചിലരെ തക്ക സമയമാകുമ്പോൾ ദൈവം ചില ഷിഫ്റ്റുകൾ തന്ന് മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങിക്കോണം. കാര്യം പ്രാവചനികമായി ഞാൻ വിളിച്ചു പറയുകയാണ്, വരുന്നൊരു വർഷത്തിൻ്റെ അകം ചിലരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. യെസ്, ഇത് പ്രാപിച്ചെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ജസ്റ്റ് റിസീവ് ഇറ്റ്. അതങ്ങ് ഏറ്റെടുത്തു. പറഞ്ഞു, അതേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു ട്രാക്കിലേക്ക് ഒരിക്കലും എനിക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തടത്ത്, മിഡ് ഏജ് ക്രൈസിസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ഷിഫ്റ്റിലേക്ക്, ഇതുവരെ എനിക്ക് പ്രിപ്പയർ ആകുവാൻ കഴിയാത്ത, ഞാൻ തയ്യാറാകുവാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് എന്നെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഷിഫ്റ്റ് മീ, എന്നെ ഒന്ന് ക്രമീകരിക്കണം, എന്നെ ഒന്ന് മാറ്റണം. ദാവീദിന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. എനിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കർത്താവേ, ഞാൻ ആടുകളുടെ ഇടയിൽ വളർന്നവനാണ്. എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് രാജാവാകാൻ പറ്റത്തുള്ളൂ. നോ, നിനക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെയും ഒരു കോഴ്സും ചെയ്യേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ചില രൂപാന്തരങ്ങൾ നിന്റെ അകത്ത് സംഭവിച്ചിരിക്കും. നിന്നെ അതിനുവേണ്ടി ദൈവം മാറ്റിയിരിക്കും. യെസ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ ചില ചലനങ്ങൾ, ചില രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കും. അങ്ങനെ ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നോട് ഒന്ന് കർത്താവ് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരുവാൻ ആഗ്രഹിക്കുന്ന 3-4 വാക്യങ്ങൾ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 3-4 ഷിഫ്റ്റിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുക, ഒരു ലെവൽ ബൈ ലെവൽ. ആദ്യമേ വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ജ്ഞാനത്തിൽ മുതിർന്നു, ശാരീരിക വളർച്ചയിൽ മാത്രമല്ല മനുഷ്യനോടും ദൈവത്തോടും കൃപയിൽ മുതിർന്നു വന്നു. ഗ്രേറ്റ് ഗ്രേസ് വാസ് അപ്പോൺ ഹിം. യേശുവിൻ്റെ ചെറിയ പ്രായം മുതൽ വലിയൊരു കൃപ കർത്താവിൻ്റെ മേലുണ്ടായിരുന്നു. നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. വികാരങ്ങളുടെ മേൽ വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. വാക്കുകളുടെ മേൽ വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പിൻപിലത്തെ രഹസ്യം ആത്മാവിൻ്റെ അഭിഷേകത്തെക്കാൾ ഉപരി കൃപ ലഭിച്ചത്. അഭിഷേകമുള്ള പലരും അല്പം കൃപയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ വാക്കിനെ നിയന്ത്രിക്കുവാൻ, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ, എൻ്റെ ജീവിത വഴികളിൽ ഞാൻ കുറച്ചും കൂടെ സാക്ഷിയുള്ളവനായി ക്രിസ്തേശുവിൻ്റെ മനസ്സ് ധരിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ അല്പം കൂടെ കൃപ വേണം. കൃപയിൽ മുതിർന്നു വരുമ്പോൾ സാക്ഷ്യത്തിൽ ഒരു നല്ല സാക്ഷ്യം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപയിൽ വളർന്നു. സാക്ഷ്യം, നല്ല സാക്ഷ്യമുള്ളവനായി, മാതാപിതാക്കൾ കീഴ്പ്പെട്ടവനായി നല്ല ഒരു സാക്ഷ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇത് വായിച്ചു. 3-ാം അധ്യായമാകുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ ജീവിതത്തിലുള്ള അടുത്തൊരു എലിവേഷൻ, അടുത്തൊരു ഉയർച്ച കാണുവാൻ സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ദയവായി വായിക്കണം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവായ യേശു 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ കൃപയിൽ മുതിർന്നവനായ യേശു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ അതിനു മുൻപ് അല്പം കൃപ പ്രാപിച്ചാൽ നന്നായിരിക്കും. ഇല്ലെന്നല്ല, എങ്കിലും അല്പം കൂടെ പ്രാപിച്ചാൽ നന്നായിരിക്കും. 3-ാം അധ്യായമായപ്പോഴത്തേക്ക് യേശു കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ദേഹരൂപേണ ഇറങ്ങുവാനിടയായി തീർന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം യേശുവിൻ്റെ മേൽ അടുത്തൊരു അളവിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപേണ യേശു കർത്താവിൻ്റെ മേൽ വന്നൊരു ശബ്ദവും കേട്ടു. അതിനെക്കുറിച്ച് അധികം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവിടുന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ്
യേശുവിൻ്റെ മേൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ആയിരുന്ന സാഹചര്യത്തിൽ നിന്നും അടുത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയതുപോലെ, ദാവീദ് ആട്ടിടയനായി ഇരുന്നിടത്തുനിന്നും ഉടനെ മാറിയത് രാജാവായിട്ടല്ല, പകരം ചില നാളുകൾ മരുഭൂമിയിലേക്ക് മാറേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ. വായിച്ചാട്ട് 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവിനെ പ്രാവെന്ന രൂപേണ, ശാരീരിക രൂപേണ തൻ്റെ മേൽ പ്രാപിച്ചവൻ ഇപ്പോൾ പറയുകയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മളിൽ പലരും ശക്തി പ്രാപിച്ചവരാ, എങ്കിലും നിറവ് ആവശ്യമാണ്. എനിവേസ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇറ്റ്സ് എ ഡെയിലി അഫെയർ. ആരെങ്കിലും കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞു പ്രാപിച്ചവർ തൃപ്തരായി ഇരിപ്പുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേർഡ് ഓഫ് എക്സോർട്ടേഷൻ ഫോർ യു. നിങ്ങളുള്ളൊരു പ്രബോധനമാണ്. ഒരു മാസത്തിൽ ഒരിക്കലല്ല നിറവ്, ഓരോ ദിവസവും നമ്മൾ നിറവ് പ്രാപിക്കണം. ഓരോ ദിവസവും മനസാന്തരപ്പെടണം. ഓരോ ദിവസവും നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം, നമ്മുടെ കുറവുകൾ നമ്മൾ ഏറ്റുപറയണം. ഇല്ലെങ്കിൽ ചില നാളുകൾ കഴിയുമ്പോൾ പാരമ്പര്യ വിശ്വാസികളായി അഹങ്കാരത്തിൻ്റെയും വല്ലാത്ത സ്വഭാവങ്ങളുടെയും ഉടമകളായി നമ്മൾ മാറും. എല്ലാ ദിവസവും നമ്മൾ മനസാന്തരപ്പെടണം. എല്ലാ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിക്കണം. ഇവിടെ കാണുന്നു യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാവെന്ന രൂപേണ, ദേഹരൂപേണ പ്രാപിച്ച യേശു കർത്താവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ചേർന്ന് പറഞ്ഞാട്ട് നിറവിൽ, ഒന്നുകൂടെ ശബ്ദമുയർത്തി, നിറവിൽ. ഗുഡ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശു കർത്താവ് അവിടെ നിന്ന് ആരംഭിച്ചു. എങ്ങോട്ടാണ് പോയത്? വായിച്ചാട്ട്. യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് നടത്തുവാനിടയായി തീർന്നു. ആത്മാവ് ചിലരുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴും ശക്തിയെക്കുറിച്ച് പറയുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന അളവിൽ മാത്രം നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദേഹരൂപേണ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശു കർത്താവ് വാസ് ലെഡ്, നയിക്കപ്പെട്ടു. സാഹചര്യങ്ങളെ നിയന്ത്രിച്ചു. എനിക്കറിയത്തില്ല സാഹചര്യം എന്തായിരുന്നെന്ന് ബൈബിൾ പറയുന്നില്ല, എങ്കിലും നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നടത്തുന്നത്. ആലോചന പറഞ്ഞു തരുമ്പോൾ വഴി പറഞ്ഞു തരും, കൗൺസിൽ, ആലോചനകൾ പറഞ്ഞു തരും, ഇത് ചെയ്യണം അത് ചെയ്യണം. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു കഴിയുമ്പോൾ പലപ്പോഴും ആലോചനയെ കവിയുന്ന നടത്തിപ്പാണ് ഉണ്ടാകുന്നത്. നടത്തിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൈക്ക് പിടിച്ച് നിർബന്ധത്താൽ കൊണ്ടുപോകുന്നത് പോലെ. ചിലതിനെ ഈ ദിവസങ്ങളിൽ കൈക്ക് പിടിച്ച് നിർബന്ധത്താൽ കൊണ്ടുപോകുന്നത് പോലെ ചില സാഹചര്യങ്ങളിൽ കൂടെ ദൈവം വഴി നടത്തിയിരിക്കും. ദാവീദിന് ചോദിക്കാനുള്ളത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആ എണ്ണ, തൈലം എൻ്റെ മേൽ വന്നു, എന്നിട്ടും എന്താണ് ഞാൻ മരുഭൂമിയിലേക്കും സിംഹത്തിൻ്റെ അടുക്കലേക്കും കരടിയുടെ അടുക്കലേക്കും ഗോലിയാത്തിൻ്റെ അടുക്കലേക്കും പിന്നത്തേതിൽ മരുഭൂമിയിലുള്ള വലിയ ക്ലേശങ്ങളിലേക്കും നീങ്ങുന്നത്? അത് പരിശുദ്ധാത്മാവ് നിന്റെ കരം പിടിച്ച് ചില ലാറ്ററൽ ഷിഫ്റ്റിലോട്ട് കൊണ്ടുപോകുവാൻ കാര്യം ചില നാളുകൾ കഴിയുമ്പോൾ നിന്നെ അടുത്തൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ചിലരെ പരിശുദ്ധാത്മാവ്, യേശു കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ആലയത്തിലോട്ട് കൊണ്ടുപോകുമെന്ന. ദേവാലയം, വലിയ ആലയം യെരൂശലേം പട്ടണത്തിൽ നിൽപ്പുണ്ടല്ലോ, അങ്ങോട്ടായിരിക്കും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ കൈപിടിച്ച് നടത്തിയത് ആലയത്തിലേക്കല്ല, മരുഭൂമിയിലേക്കാണ്. പൗലോസേ, അങ്ങയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അറേബ്യയിലേക്ക് നടത്തി, മരുഭൂമിയിലേക്ക് നടത്തി. കാര്യം എന്താണ്? കാര്യം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഹിസ് സോവറിൻ വിൽ, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ചിലതിനെ കൈപിടിച്ച് ചിലയിടത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ കരയരുത്. അപ്പോൾ വചനമാണ് ആവശ്യം. വചനം പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം അവൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു എന്നുറപ്പുണ്ടെങ്കിൽ തിന്മയ്ക്കായി ഒന്നും സംഭവിക്കുകയില്ല. തിന്മ വന്നാൽ അത് നന്മയ്ക്കായി മാറ്റും. തിന്മയും നന്മയും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. തിന്മകൾ വന്നാൽ അതിനെ നന്മയ്ക്കായി മാറ്റുവാൻ കഴിവുള്ളവൻ, നിങ്ങളുടെ കരം പിടിച്ച് വഴി നടത്തുന്നവൻ എന്ന് ചിലർ പറയുമോ? കർത്താവേ, അടിയന്റെ കരം പിടിച്ച് നടത്തണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തും. എത്ര പേർ വിശ്വസിക്കുന്നു? യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് ആലയത്തിലോട്ടല്ല കൊണ്ടുപോയത്, മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. He was led by the Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ, കൃപ നിറഞ്ഞവൻ, അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ ദേഹരൂപേണ പ്രാപിച്ചവൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിലായവൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. ഇപ്പോൾ വായിക്കാം 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. നടത്തപ്പെട്ടപ്പോൾ ശക്തിയെക്കുറിച്ച് പറയുന്നില്ല.
എങ്കിലും ഒരു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ആ പരിശുദ്ധാത്മാവിന്റെ അടുത്ത പടിയിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചല്ലോ, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ദൈവം അവനെ ശക്തിയാലും നിറച്ചു. യോഹന്നാൻ സ്നാപകൻ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ ദേഹരൂപേണ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഇപ്പോൾ പറയുകയാണ്, മരുഭൂമിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വരുവാനിടയായി തീർന്നു. എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ചിലരുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എൻ്റെ ദൈവം ചിലരെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നത്? ഇന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയമെടുക്കുകയില്ല. ഡോണ്ട് വറി, അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നത്? ഒരു കാര്യം മാത്രം പറയട്ടെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അത് സാധിച്ചിരിക്കും. അത് മാത്രമല്ല എങ്കിലും ഉപവാസവും പ്രാർത്ഥനയ്ക്കും അതിൻ്റെ അകത്ത് വലിയൊരു സ്ഥാനമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടവൻ 40 രാപകലുകൾ അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടും സമയം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി വരികയും തൻ്റെ ജീവിതത്തിൽ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മടങ്ങി വരുവാനിടയായി തീർന്നു. ഉപവാസ പ്രാർത്ഥനകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നവർ, പ്രാർത്ഥനയ്ക്കും ദൈവവചന പഠനത്തിനും അതിൻ്റെ സ്ഥാനം കൊടുക്കുന്നവർ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ശക്തിയുടെ പ്രമാണം, നിങ്ങൾ അറിയാത്തൊരു പ്രമാണം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കും. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ശരീരത്തിൽ അത് താനെ വന്നിരിക്കും. കാര്യം, അഭിഷേകം ചെയ്യുന്നവൻ ദൈവമാണ്. ചിലർ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാലും എന്നെ ശക്തിയാലും അഭിഷേകം ചെയ്യണം. ഞാൻ കുറച്ചുകൂടെ മുൻപോട്ട് പോകട്ടെ. എന്തിനാണ് ശക്തി? ശക്തിയുടെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് എ നീഡ് ഫോർ പവർ? ശക്തിയുടെ ആവശ്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ മാത്രം പ്രാപിച്ചാൽ പോരായോ? വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യം. ദ നീഡ് ഫോർ പവർ. ശക്തിയുടെ ആവശ്യം എന്താണ്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിൽ ഇതായിരുന്നു, പ്രാക്ടീസിംഗ് ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ശക്തിയുടെ ആവശ്യം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 32:28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. മല്ല് പിടിച്ച് ജയിച്ചതും കൊണ്ട് ഇനിയും നിന്റെ പേരിനൊരു മാറ്റം. ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. Your name shall be called no more Jacob. മേലാൽ നിന്നെ യാക്കോബ് എന്ന് വിളിക്കുകയില്ല, but Israel. For you have contended, മല്ല് പിടിച്ചു, and have power with God and men and have prevailed. നീ മല്ല് പിടിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞു. നിനക്കതിന് പവർ ഉണ്ടായിരുന്നു, നിനക്കത് ശക്തി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള തീരുമാനത്തെ ശേഷി നിന്റെ അകത്ത് നീ ഏറ്റെടുത്തു, നീ ബിൽഡപ്പ് ചെയ്തു. യു ബിൽഡപ്പ് ദ പവർ. നിന്റെ അകത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വരുന്നവരോട് പറയട്ടെ, ശക്തി വന്നു കഴിഞ്ഞാൽ ചിലരുടെ പേര് മാറിയിരിക്കും. നിന്റെ പേര് പിന്നെ ഇനി ഒരിക്കലും യാക്കോബ് എന്നല്ല, നിന്റെ പേർ ഇസ്രായേൽ എന്നായിരിക്കും. നിനക്ക് ശക്തി ഉണ്ടായിരുന്നു, നീ ജയിച്ചു. അതുകൊണ്ട് ഇനിയും നിന്റെ പേർ പഴയതല്ല, നിനക്കൊരു പുതിയ പേർ തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവർ ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ ചിലരുടെ പേര് മാറിയിരിക്കും. ഇതുവരെ നിന്നെ അറിഞ്ഞ പേരിൽ മേലാൽ നിന്നെ ആരും അറിയത്തില്ല. പരാജയപ്പെട്ട, തോറ്റ വ്യക്തി, ഒന്നിനും കൊള്ളാത്ത വ്യക്തി, എല്ലാവരും മുദ്ര കുത്തിയിരിക്കുന്ന ആ പേര് ഒന്ന് മാറി നിനക്കൊരു പുതിയ പേര് വരും. ഇസ്രായേൽ എന്നൊരു പുതിയ പേര് വരും. അപ്പോൾ പല വാഗ്ദത്വങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തിൽ അർത്ഥവത്തായി തുടങ്ങും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കാതെ വരണമെങ്കിൽ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇസ്രായേൽ ആരാണ്? പേരിൽ അതിൻ്റെ അകത്ത് അർത്ഥം എന്താണ്? പേരിൻ്റെ അർത്ഥം ശക്തിയുള്ളവൻ, ഭാവ. എന്ന് പകൽക്കാലം ശക്തിയുള്ള ചിലരുണ്ടെങ്കിൽ, ഏത് ആഭിചാരകൻ, ഏത് മന്ത്രവാദി, ഏത് തന്ത്രങ്ങൾ ചെയ്യുന്നവൻ, ഏത് തന്ത്രങ്ങൾ മെനയട്ടെ, മന്ത്രങ്ങൾ ചെയ്യട്ടെ, ആഭിചാരങ്ങൾ ചെയ്യട്ടെ, ശക്തിയുള്ള ഇസ്രായേലായി പേർ മാറ്റപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ എന്ന് പറയട്ടെ, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. അതിന്റെ പിൻപിലെ കാര്യം എന്താണ്? ശക്തി പ്രാപിച്ച ചിലർ, ശക്തിയാൽ നിറഞ്ഞ ചിലർ, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്നതുപോലെ ചില പ്രാർത്ഥനകൾ കഴിയുമ്പോൾ, ചില ആരാധനകൾ കഴിയുമ്പോൾ, ചില ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ, ശക്തിക്കായി ആത്മമണ്ഡലം തുറന്നു കഴിയുമ്പോൾ, ശക്തിക്കായി മൺപാത്രം തുറന്നു കഴിയുമ്പോൾ, രണ്ടും ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ ചിലരുടെ അകത്തേക്ക് ഒരു ശക്തിയുടെ പകർച്ച ഉണ്ടാകുകയും മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ബലത്തെ പൊളിക്കുന്ന ഒരാത്മശക്തി ചിലരുടെ അകത്തേക്ക് ഈ ദിവസങ്ങളിൽ പകർന്നിരിക്കും. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതും ഫലിക്കാതിരിക്കണമെങ്കിൽ ശക്തി ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. വാക്യം അറിഞ്ഞത് കൊണ്ട് സാധിക്കുകയില്ല.
100 പ്രാവശ്യം വാക്യം പറഞ്ഞാൽ ശക്തി വരികയില്ല. ശക്തിക്കായി തുറക്കപ്പെട്ട മൺപാത്രം വേണം. ശക്തിക്കായി തുറക്കപ്പെട്ട ഒരു സ്വർഗ്ഗ കവാടം വേണം. അഭിഷേകം പകരുന്നവൻ, ആത്മശക്തിയാലും തീയാലും നിറയ്ക്കുന്നവൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ശക്തി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വാക്യം പറഞ്ഞില്ലെങ്കിലും മന്ത്രവാദം ഫലിക്കുകയില്ലെന്ന്, പിന്നെ ദുഷ്ടന്റെ പദ്ധതികൾ ഫലിക്കുകയില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചിലരെ ഓർപ്പിക്കട്ടെ. ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലായി മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്കൊന്നും, ശത്രുവിന്റെ പദ്ധതികളൊന്നും നിന്നെ തൊടാതെ, നിനക്കൊരു ഷീൽഡ്, നിനക്ക് ചുറ്റും ഒരു പരിച പോലെ ആ ശക്തി നിന്റെ ചുറ്റും ഉണ്ടായിരിക്കും. ഒരു മാനുഷിക കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്തത്, ഒരു മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ പരിച പോലെ ഏത് ദൈവ പൈതലിനെയും ചുറ്റുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ടോ അത് ഗ്രഹിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ ചിലർ തയ്യാറായിക്കോ. ഇന്ന് ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ അങ്ങനെ ഒരു ശക്തി വീണ്ടും ഇതിനകത്ത് വ്യാപരിച്ചിരിക്കും. ഓൾറൈറ്റ്, ശക്തി വരുന്നത് കാവലിനും കൂടെ. പരിച പോലെ ചുറ്റും കാവലിനായി ഈ ശക്തി വന്നിരിക്കും. ശക്തിയാൽ അഭിഷേകം ചെയ്യുന്നവന്റെ മഹത്വം ചിലർ ഇന്ന് മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും വായിക്കുന്നില്ല. നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ അവൻ ശക്തി തരുന്നു. He gives you power to create wealth. സമ്പത്ത് സൃഷ്ടിച്ചെടുക്കുവാൻ, ഉണ്ടാക്കുവാൻ ഉള്ള ശക്തി. ഒത്തിരി പേർ ബാങ്ക് ബാലൻസ് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ആരോഗ്യം മുതൽ സാമ്പത്തികം മുതൽ ബന്ധങ്ങൾ മുതൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട സകല നന്മകളെക്കുറിച്ചും ബൈബിൾ പറയുന്നു. അതിനെ താഴ്ത്തിക്കെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മളുടെ പ്രയോറിറ്റി ആത്മീയമാണ്. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ വഴി നടത്തും. എങ്കിലും ഈ വാക്യമുള്ളത് കൊണ്ട് വെറുതെ വിടാനും പറ്റത്തില്ല. എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ്, 1 മണിക്കൂറിൽ ഏറ്റവും അധികം ഫോക്കസ് ആത്മീയ കാര്യങ്ങളിലായിരിക്കും. എങ്കിലും 2 മിനിറ്റിൽ താഴെ ഇതിനു വേണ്ടി എടുത്താൽ ആരും എന്നോട് കോപിക്കരുത്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക വരുമാന ആവശ്യങ്ങളിൽ നിങ്ങൾക്കൊരു ജയം ആവശ്യമാണോ? ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ശക്തി തന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്ന്. ശക്തിയുടെ മഹത്വം തിരിച്ചറിയുന്ന ചിലരുണ്ടോ? ആവർത്തന പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഐ ഗിവ് യു പവർ ടു ക്രിയേറ്റ് വെൽത്ത്. ദൈവത്തിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഇപ്പോൾ ചിലർ വിചാരിക്കുക, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, എങ്കിലും അതിൻ്റെ ശക്തിയിലേക്ക് ഇറങ്ങുവാൻ അടുത്തൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരണം. ഇന്നൊരു സീസൺ ആയിരിക്കുകയാൽ ഇന്ന് ഞാൻ ചിലരോട് ഡിക്ലെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ മുൻപിൽ ചില വാതിലുകൾ തുറന്നു വരും. എന്തു വാതിലാണ്? സാമ്പത്തിക വരുമാനത്തിന്റെ വാതിലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, യാത്രകളുടെയും വീസയുടെയും വാതിലിനെ കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ പുറകെ അനുഗമിക്കുവാനുള്ളതാണ്. സകലതും, ഈ കേൾക്കുന്ന ഈ ആവശ്യമുള്ള സകലതും നമ്മളുടെ പുറകെ വന്നിരിക്കും. ആവശ്യം എന്താണ്? ആത്മാവിന്റെ വാതിൽ തുറന്നു വരിക. വലുതും സഫലവുമായ ഒരു വാതിൽ നമ്മൾക്കായി തുറന്നു വരിക. സുവിശേഷത്തിനായി, ആത്മീയ ജീവിതത്തിനായി, വിശുദ്ധിക്കായി, വേർപാടിനായി, ദൈവിക വെളിപ്പാടുകൾക്കായി, വചനത്തിന്റെ ആഴങ്ങൾക്കായി ഒരു വാതിൽ നമ്മൾക്കായി തുറന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, സകലതും നമ്മുടെ പുറകെ വന്നിരിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് വലിയൊരു കാര്യമായിരുന്നു, എങ്കിലും എന്നെ പിന്തുടരുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവും, നന്മയ്ക്കുള്ളതല്ല അത്. ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ പുറകെ വരുന്നില്ല. ആത്മശക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ പുറകെ വരുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, നന്മയും കരുണയും മാത്രമേ എന്നെ പിന്തുടരുകയുള്ളൂ. ഒരു ചിത്രീകരണം, ഞാൻ നടന്നു പോകുകയാണ്, എൻ്റെ പുറകെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മയുണ്ട്, അതെൻ്റെ പുറകെ വരുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും വരുന്നില്ല. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എൻ്റെ പുറകെ വരുന്നില്ല. കർത്താവ് പറയും, അത് നന്മയല്ല, നീ ആഗ്രഹിക്കുന്നതാണെങ്കിലും അത് തിന്മയ്ക്കാകിയാൽ എൻ്റെ ശക്തി നിന്റെ മേലുള്ളതിനാൽ നീ എൻ്റെ ആലയത്തിൽ പാർക്കുന്നവനാകിയാൽ ആ നന്മയെന്ന് നീ വിചാരിച്ചിരിക്കുന്നത് അധികം കാലം കഴിയുന്നതിന് മുൻപേ നിനക്ക് കെണിയായി, നിനക്ക് തിന്മയായി വരുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ കാണുന്നതിനാൽ ആ നന്മ അല്ലാത്തത് നിന്നെ പിന്തുടരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുന്ന ചിലരുണ്ടെങ്കിൽ പറഞ്ഞു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ആഗ്രഹിക്കുന്നതും വലുതായി എണ്ണുന്നതും പലതും ദൈവഹിതത്തിന്റെ ഭാഗമല്ലെങ്കിൽ, നന്മയ്ക്കുള്ളതല്ലെങ്കിൽ സാരമില്ല. അതിനേക്കാൾ കവിയുന്ന നന്മകൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കും. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ കാതിൽ കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടുമില്ല. അത്രയും വലിയ കാര്യങ്ങൾ എനിക്കായി എൻ്റെ ദൈവം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ എന്നെ നിന്ദിക്കുവാനുള്ളത് മാത്രമേ അവർ കാണുന്നുള്ളൂ, അവർ കേൾക്കുന്നുള്ളൂ. അവരുടെ മനസ്സിൽ അത്ര നിരൂപണങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും എന്നെ കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു കാത് കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതെന്റെ പിന്നെ വന്നിരിക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് വിശ്വസിക്കുന്ന ചിലർ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു ധൈര്യപ്പെട്ട് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ മുന്നേറിക്കോ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടർന്നിരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Now
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആക്ടിവേഷനിലേക്ക് വരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുന്നവൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചാരംഭിച്ച വാക്യം ഓർക്കുന്നുണ്ടായിരിക്കും. എഫേസ്യ ലേഖനം 3-ാം 20 ലെറ്റ്സ് കണ്ടിന്യൂ. ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. എഫേസ്യ ലേഖനം 3-ാം 20 കഴിഞ്ഞ ആഴ്ചയിൽ പറയാത്തത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, the power that works in us. ഇവിടെ അതിൻ്റെ കീ താക്കോൽ കിടക്കുന്നു. ബാക്കി ഒന്നും കേട്ടില്ലെങ്കിലും സാരമില്ല, ഇത് കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവൻ. അത് ചെയ്യണമെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഒന്ന് എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി പറയണം, വ്യാപരിക്കുന്ന ശക്തി. ഡെപ്പോസിറ്റ് ചെയ്ത ശക്തിയല്ല, നിങ്ങളുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയല്ല. The power that works. ആ ശക്തി അകത്തൊന്ന് വ്യാപരിച്ചു തുടങ്ങിയാൽ, പ്രവർത്തിച്ചു തുടങ്ങിയാൽ പറയുക, അത് മുഖാന്തരം നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചിലതൊക്കെ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. എല്ലാം ചെയ്യുവാൻ ശക്തനാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരി സകലതും ചെയ്യുവാൻ ശക്തനായവൻ. എപ്പോഴാണത് പ്രവർത്തിക്കുന്നത്? പവർ അങ്ങോട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം. പൗലോസും ശീലാസും രണ്ടുപേരും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവർ അടിയേറ്റതും അവർ നിന്ന് അനുഭവിച്ചതും അവരുടെ ശരീരം വേദന എടുക്കുന്നതും എല്ലാം യേശു കർത്താവ് നിമിത്തമാണ്. എങ്കിലും അവർ പറയുകയാണ്, സുവിശേഷം നിമിത്തം ഞങ്ങൾ ഇതിൽ കൂടെ പോയെങ്കിലും ഞങ്ങളുടെ അകത്ത് ആ ശക്തി ഡെപ്പോസിറ്റായി കിടപ്പുണ്ട്. ഞങ്ങളുടെ അകത്ത് ആ ശക്തി ഡോർമെന്റായി ഉറങ്ങിക്കിടപ്പുണ്ട്. എങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും ഈ ശക്തിയെ ഉണർത്താതെ പുറത്തു വരുവാൻ സാധിക്കുകയില്ല. ഈ ശക്തിയെ ഉണർത്തണമെങ്കിൽ who learns the dynamics of the spirit world, ആത്മമണ്ഡലത്തിന്റെ തത്വങ്ങൾ, അതിനെ ചലനത്തിലേക്ക് കൊണ്ടുവരാനുള്ള തത്വങ്ങൾ അറിയാവുന്ന ചിലർ ഇതിൻ്റെ അകത്ത് എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രിയുടെ യാമത്തിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർ ഒരു കാര്യം തീരുമാനിച്ചു. അകത്ത് കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തിയെ വ്യാപാരത്തിന് വേണ്ടി ഒന്ന് ഉണർത്തുവാൻ, അതിനെ ഒന്ന് വർക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ചിലത് ചെയ്തേ മതിയാകൂ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെയും അകത്ത് ശക്തിയുടെ ഒരളവ് ദൈവം പകർന്നിട്ടുണ്ട്. അതിന് ആമേൻ എന്ന് പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? യെസ്, നിങ്ങളുടെ അകത്ത് ആത്മാവിൻ്റെ ശക്തിയുടെ ഒരളവ് ദൈവം പകർന്നിട്ടുണ്ട്. ഇന്ന് ആ ശക്തിയുടെ അടുത്തൊരു അളവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും അകത്ത് വ്യാപരിക്കുന്ന ശക്തിയായി, അകത്ത് ഉറങ്ങിക്കിടക്കുന്ന, അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന, അകത്ത് ഡോർമെന്റായി കിടക്കുന്ന ആ ശക്തി ഉണർവിലേക്ക് വരുവാൻ, ഉണർന്ന് വ്യാപാര പദവിയിലേക്ക് വരുവാൻ എന്ത് ചെയ്യണം? അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ മനസ്സും കൊണ്ടല്ല അത് ചെയ്യുവാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ let's go back a little bit. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ ക്ലാസ് ആയിട്ട് പോകുന്നെങ്കിലും ഒടുവിലത്തെ 5 മിനിറ്റ് ശക്തിയുടെ ഒരു വ്യാപാരത്തിനായി നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചിരിക്കും. എത്ര പേർ തയ്യാറാ? എത്ര പേർ തയ്യാറാ? ഗുഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവർ ഒരു കാര്യം പറഞ്ഞു, ഈ ശക്തിയെ എങ്ങനെ ഉണർത്തുവാൻ സാധിക്കും? യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കൊരു നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലയോ? ശിഷ്യന്മാരോട് ചോദിച്ചത്. ഗത്സമനയുടെ തോട്ടത്തിൽ കർത്താവ് വലിയ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഉറക്കത്തിൻ്റെ ഭാരത്താൽ ഉറങ്ങിപ്പോയി. അവർക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. യേശു കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് 1 മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലയോ? പലർക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാറില്ല. വാച്ച് ആൻഡ് പ്രേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കരുതെന്ന്. ഉറക്കം വരുന്നെങ്കിൽ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കാം, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഉറക്കം തൂങ്ങി വായിക്കോട്ടയം വിട്ട് വല്ലാത്ത കാണുന്നവർക്കും ഉറക്കം വരുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. വായ്. രണ്ടാമത്തെ ഒരു വാക്യം കൂടി ഇതുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി അഫലമായിരിക്കും. ദി അണ്ടർസ്റ്റാൻഡിങ് ഇസ് അൺഫ്രൂട്ട്ഫുൾ. ബുദ്ധി അഫലമായിരിക്കും. ഞാൻ ഈ 2 വാക്യങ്ങൾ കൂടെ ഒരുമിച്ച് വായിച്ചപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം, കർത്താവേ, 1 ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, 2 ബുദ്ധി അഫലമായി പ്രാർത്ഥിച്ചാലും ആത്മാവ് പ്രവർത്തിക്കും. ഇതിൻ്റെ അകത്ത് കോമ്പിനേഷൻ എന്തുവാ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ ശരീരം ഉറങ്ങിപ്പോയാൽ നമ്മളുടെ ആത്മാവിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. എപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നോ ബുദ്ധിയുടെ പ്രമാണത്തെ കവിയുന്ന ആത്മാവിൻ്റെ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. എങ്കിലും ബുദ്ധി അഫലമാണെങ്കിലും ശരീരം ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ
ഡൈനാമിക്സും കൊണ്ട് ആത്മ മനുഷ്യനെ ഉണർത്തുവാൻ സാധിക്കും. അങ്ങോട്ടാണ് ഞാൻ ഈ വരുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളുടെ ബൈബിൾ ക്ലാസിൻ്റെ മെസ്സേജിൻ്റെ എല്ലാം രത്നച്ചുരുക്കം ഇത്. കരമുയർത്തുമ്പോൾ ദൈവശക്തി വ്യാപരിച്ചിരിക്കും. പൗലോസും ശീലാസും അകത്ത് ഡോർമെൻ്റായി കിടക്കുന്ന ആ ശക്തിയെ ഉണർത്തുവാൻ അവരെന്ത് ചെയ്തു? അവർ കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ പാടുവാൻ ആരംഭിച്ചു. അവരുടെ ശബ്ദം, അവരുടെ നാവ്, അവരുടെ അധരങ്ങൾ, അവരുടെ കരങ്ങൾ, അവരുടെ ചലനങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, അവരുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ, അവരുടെ ശബ്ദം ഉയർത്തിയത് ഒക്കെ അവരുടെ ശരീരത്തെ ഒന്ന് ഉണർത്തിയപ്പോൾ അവരറിയാതെ അവരുടെ അകത്ത് ഡെപ്പോസിറ്റ് ആയിരുന്ന ആത്മാവിൻ്റെ ശക്തിയെ ഒന്ന് ഉണർത്തുവാനിടയായി തീർന്നു. സ്പിരിച്വൽ കോഷ്യന്റ്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ഇമോഷണൽ കോഷ്യന്റിനെ കവിയുന്ന സ്പിരിച്വൽ കോഷ്യന്റ്. ആത്മമണ്ഡലത്തിൽ ചിലർ ഉണരണമെങ്കിൽ ആത്മാവിൻ്റെ എഞ്ചിനീയറിംഗ്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അകത്തെ ആ സൃഷ്ടിപ്പും അതിനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാര്യം മനുഷ്യനെ ദൈവം ആത്മാവായി സൃഷ്ടിച്ചു. മനുഷ്യനെ ആത്മാവായി സൃഷ്ടിച്ച ദൈവത്തെ, മനുഷ്യനെ ശരീരത്തിലേക്ക്, നിർമ്മിച്ച ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഊതി കയറ്റിയപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ആത്മാവായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ജീവനുള്ള ദേഹിയായ മനുഷ്യൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആ ഇൻട്രിഗ്രേറ്റ്, അതിൻ്റെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ഡൈനാമിക്സ് മനസ്സിലായി കഴിഞ്ഞാൽ ആത്മാവിൽ ശക്തന്മാരായ ചിലർ എഴുന്നേൽക്കും. പിന്നെ അവരെ വെല്ലുവിളിക്കുവാൻ ഭൂമിയിൽ ഒരു ശക്തി ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല. വിദ്യാഭ്യാസത്തിന് അതിനകത്ത് വലിയ സ്ഥാനമില്ല. അതിൻ്റെ അകത്ത് കഴിവുകൾക്ക് വലിയ സ്ഥാനമില്ല. ആത്മ മനുഷ്യനെ ഉണർത്തുവാൻ, ആത്മമണ്ഡലത്തെ ഉണർത്തുവാൻ, അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യം തിരിച്ചറിയുവാൻ, അകത്ത് പകർന്ന് ലഭിച്ച ആത്മ മനുഷ്യൻ്റെ അകത്ത് പകർന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി പ്രാവർത്തനിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ ചിലർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുൻപിൽ ഒരു ചെങ്കടൽ നിൽക്കുകയില്ല. പിന്നെ നിങ്ങളുടെ മുൻപിൽ ഒരു എരിഹോ മതിൽ നിൽക്കുകയില്ല. ആ ദൈവ സാന്നിധ്യത്തിൽ ആർപ്പിടുമ്പോൾ, ശബ്ദമുയർത്തുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ കരമുയർത്തുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ കരങ്ങൾ അടിക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ ചിലർ മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ ചിലർ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ ചിലർ അവരുടെ ശബ്ദത്തെ ഉയർത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആവർത്തിച്ച് പറയട്ടെ, അകത്തുള്ള ആത്മശക്തിയെ ഒന്ന് ഉണർത്തി വ്യാപരിക്കുന്ന അളവിലേക്ക് ഒന്ന് ഉണർത്തി കഴിയുവാൻ ചിലർ അവരുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ചിലർ പഠിച്ചു കഴിയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഒരു പാതാളത്തിന്റെ ഗോപുരത്തിനും, ഒരു ദുഷ്ടശക്തിക്കും, ഒരു വാഴ്ചയ്ക്കും, അധികാരത്തിനും, ഒരു തന്ത്രത്തിനും, ഒരു ശക്തിക്കും, ഒരു സ്ട്രാറ്റജിക്കും ഒന്നിനും നിങ്ങളെ തൊടുവാൻ കഴിയാത്ത ഇന്ന് പകൽക്കാലം ചിലതിനെ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന വാഗ്ദത്തത്തിന്റെ ഉള്ളിൽ ചിലതിനെ കൊണ്ടുവരുവാൻ പിശാചിന്റെ പദ്ധതി സഭയെ പൊളിക്കുവാൻ. എങ്ങനെയാണ് പിശാചിന്റെ പദ്ധതി? പഴയ നിയമത്തിൽ ഒരു ഭാഗം കാണുവാൻ സാധിക്കും. നെഹമ്യ പ്രവാചകൻ മതിൽ പണിയുവാൻ വന്നപ്പോൾ നെഹമ്യ പ്രവാചകൻ പറഞ്ഞു, അവനവൻ്റെ വീട് നീ പണിതാൽ മതി, അതിൻ്റെ മുൻപിലുള്ള മതിലും പണിതാൽ മതി. അങ്ങനെ എല്ലാവരും അവനവൻ്റെ വീടിൻ്റെ മുൻപിലുള്ള മതിൽ പണിത് കഴിഞ്ഞപ്പോൾ പട്ടണത്തിൻ്റെ മതിലങ്ങ് ശരിയായി. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പദ്ധതിയും ഇതന്നെയാണ്. സഭയ്ക്ക് വിരോധമായി വരുന്നത് ഒരു ഹോൾ ഗ്രൂപ്പിന് വിരോധമായി വരുന്നതിനേക്കാൾ വ്യക്തികൾക്ക് വിരോധമായി വരും. എൻ്റെ ശരീരത്തിൽ രോഗം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സഭയ്ക്ക് വിരോധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുമ്പോൾ, എൻ്റെ ബന്ധങ്ങളിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കും, ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെയല്ല, ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് വിരോധമായി വരുന്ന ആയുധങ്ങൾ ഫലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ത്? കാര്യം ആയുധങ്ങൾ എനിക്ക് വിരോധമായി വരുന്നെങ്കിലും ഞാനല്ല അതിൻ്റെ ലക്ഷ്യം, സഭയാണ് അതിൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് വാക്ക് പറഞ്ഞവൻ പറയുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. കാര്യം നിന്നേക്കാൾ അപ്പുറം ഞാൻ മറ്റൊന്ന് കാണുന്നു. എൻ്റെ സഭയെ ഞാൻ പണിയുവാൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. നിന്റെ ശരീരത്തിനും നിന്റെ ജീവിത സാഹചര്യത്തിനും വിരോധമായി ഉയരുന്ന തന്ത്രങ്ങൾ, നിനക്ക് അതിന് വിരോധമായി ഉയരുന്ന ശത്രുത്വങ്ങൾ, അതിനെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് ഉന്മൂലനാശമാകട്ടെ. രോഗശക്തികളായിരിക്കും, അതെന്തുമായിരിക്കും, തടസ്സങ്ങൾ എന്തുമായിരിക്കും, എങ്കിലും ദൈവത്തിന്റെ ആഗ്രഹമോ നമ്മൾ കൃതാർത്ഥരായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, നമ്മൾ മാനിക്കപ്പെട്ടവരായി ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന സാക്ഷികളായി മാറണം. എത്ര പേർ ആമേൻ പറയും? അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? പിശാച് ചിലതിനെ അവിടെ ഒതുക്കി ഇടുവാൻ പറ്റും. ഇന്നും കൊണ്ടും ഈ മെസ്സേജ് കഴിയത്തില്ല, എനിക്കറിയാം. അടുത്ത ആഴ്ചയിൽ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെയിം തിങ്. ഈ 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ അടുത്തൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓൾ റൈറ്റ്. പിശാചിന്റെ പദ്ധതി എങ്ങനെയെങ്കിലും സ്റ്റാഗ്നന്റ് ആക്കി കളയുക, എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തങ്ങ് ഒതുക്കി കളയുക, ചലനമറ്റ് മൊബിലിറ്റിയെ തകർത്ത് മാറ്റുക, ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ അങ്ങ് മാറ്റുക. ചിലർക്ക് ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും, ചിലർക്ക് കട്ടിലിലായിരിക്കും, ചിലർക്ക്
ജയിലിൻ്റെ അകത്തായിരിക്കും. പലർക്കും പല രീതികളിൽ പലരെയും അങ്ങ് ഒതുക്കിക്കളയും. പിശാചിൻ്റെ പദ്ധതി പലതിനെയും ഒതുക്കിക്കളയുവാനാണെങ്കിൽ എന്ന് പറ, നോ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ലോകത്തിൻ്റെ അറ്റത്തോളം ഞാൻ പോയിരിക്കും. ഞാൻ പറയുന്നത് ജോഗ്രഫിക്കലായിട്ടുള്ളത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സകല ഏരിയാസിലും ഞാൻ പോയിരിക്കും. ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ, ഓഫ് കോഴ്സ് പ്രൈമറിലി ലോകത്തിൻ്റെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കലി എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതികളുടെ ഇടയിലും പോയി സുവിശേഷം പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാൻഡേറ്റ്, അതിനെ ഒട്ടും ഞാൻ കുറയ്ക്കുകയല്ല. അത് വ്യക്തിപരമായി പോകുവാൻ സാധിക്കുന്നവരങ്ങനെ, മീഡിയയിൽ കൂടെ പോകുവാൻ സാധിക്കുന്നവരങ്ങനെ, പ്രിന്റ് മീഡിയയിൽ കൂടെ പോകുവാൻ സാധിക്കുന്നവരങ്ങനെ, എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. എങ്കിലും എന്നെ ദൈവം അയക്കുന്ന സകലിടത്തും ഞാൻ പോയിരിക്കും. എൻ്റെ കരങ്ങൾ ചിലതിനൊക്കെ സ്പർശിച്ചിരിക്കും. പിശാചിന്റെ പദ്ധതി മൊബിലിറ്റി, ചലനശേഷിയെ നിർവീര്യമാക്കി കളയുക. അത് പിശാചിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കുക. 38 വർഷങ്ങൾ ഒരു മനുഷ്യൻ ഇതാ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപിലും കിടക്കുകയാണ്. നല്ല സ്ഥലത്താണ് കിടക്കുന്നത്. ക്ലബിൻ്റെ മുൻപിലും കള്ളുഷാപ്പിൻ്റെ മുൻപിലുമല്ല, ആലയത്തിൻ്റെ മുൻപിൽ തന്നെയാണ്. എങ്കിലും മൊബിലിറ്റി ഇല്ലാതായിപ്പോയി. ഇന്ന് പകൽക്കാലം ചിലർ ആലയത്തിൻ്റെ അകത്ത് വരുന്നവരുടെ മൊബിലിറ്റിയെ, ചലനശേഷിയെ പോകുവാൻ കഴിയാത്തതുപോലെ ആരുടെങ്കിലും കാലുകൾ ആമത്തിൽ ബന്ധിച്ചു കഴിഞ്ഞെങ്കിൽ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയായി, അകത്തുനിന്ന് ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ വ്യാപരിക്കുന്ന ശക്തിയായി മാറ്റുവാൻ, സ്തുതികൾ പാടുവാൻ, സ്തോത്രം പാടുവാൻ, ആത്മാവിൽ ഉണരുവാൻ, പെട്ടകത്തിൻ്റെ മുൻപിൽ ചലിക്കുവാൻ, നൃത്തം ചെയ്യുവാൻ, ദാവീദിനെ പോലെ പെട്ടകത്തിൻ്റെ മുൻപിൽ രാജവസ്ത്രം അഴിച്ചു വെച്ച് പഞ്ഞി നൂലാങ്കി ധരിച്ച് നൃത്തം ചെയ്യുന്ന ചിലരുണ്ടെങ്കിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അകത്തുള്ള ആ ശക്തിയെ വ്യാപാരത്തിനു വേണ്ടി ഒന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ, വർക്കിങ്ങിന് വേണ്ടി ഒന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ കാലിലെ ആമങ്ങൾ തന്നെ വിട്ടുമാറിയിരിക്കും. കയ്യിലെ ബന്ധനങ്ങൾ, ചങ്ങലകൾ തന്നെ മാറിയിരിക്കും. കയ്യിൽ കെട്ടിയിരിക്കുന്ന പുതിയ കയറും കൊണ്ട് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, ഹേ ശിംശോനെ, അത് തീയിൽ വെന്തുപോയ ചണനൂൽ പോലെ പോയിരിക്കും. അതിന്റെ പിൻപിലെ രഹസ്യം എന്താണ്? ആത്മശക്തി ഒന്നിറങ്ങിയാൽ മതി. ഈ പൗലോസേ, ഹേ ശീലാസേ, നിങ്ങൾ ആത്മാവിൽ ഒന്ന് കരങ്ങളെ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. ഇതാ ചങ്ങലകൾ വീണുപോയി, ഇതാ കാലിലെ ആമങ്ങൾ മാറിപ്പോയി. അവർ പുറത്തു വന്നു. കാര്യമെന്ത്? The power that works. അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ രഹസ്യം പൗലോസും ശീലാസും തിരിച്ചറിഞ്ഞു. യോഹന്നാനും യാക്കോബും മനുഷ്യന്റെ കരങ്ങളിൽ പിടിച്ചു. ആത്മശക്തി വ്യാപരിച്ചു. ഉറയ്ക്കാതിരുന്ന നരിയാണികൾ ഉറച്ചു. ചലനം മറ്റുപോയിടത്ത് ചലനം ആരംഭിച്ചു. അവർ ചാടി നൃത്തം ചെയ്ത് യേശുവിനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. പിശാചിന്റെ പദ്ധതി എങ്ങനെയെങ്കിലും ഒരിടത്ത് സ്റ്റാഗ്നന്റ് ആക്കി കളയുക. ചെങ്കടലിന്റെ മുൻപിൽ ഇതാ ഇസ്രായേൽ ജനം വന്ന് നിൽക്കുകയാണ്. അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇതാ പുറകിൽ നിന്നും ഫറവോനും അവന്റെ സൈന്യവും വന്നിരിക്കും. ഇന്ന് പലരും സ്റ്റക്ക, വിദ്യാഭ്യാസത്തിൽ സ്റ്റക്ക, പലരും ജോലിയിൽ സ്റ്റക്ക, പലരും ജീവിതത്തിൽ മുന്നേറ്റമില്ലാതെ എവിടെയോ പട്ടുപോയെങ്കിൽ ഇന്ന് പറയട്ടെ, ശത്രുവിന്റെ പദ്ധതിയെ കണ്ട് കരമുയർത്തിക്കോ, മുൻപിൽ വഴി തുറന്നിരിക്കും. ചിലർ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നിടത്തുനിന്ന് ഇന്ന് യേശുവിന്റെ നാമത്തിൽ അവരെ റിലീസ് ചെയ്യുകയാണ്. Go, move in the name of Jesus. ശ്രദ്ധിക്കണം. എനിക്കിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാൽഭാഗം പോലും പറയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ആത്മാവിൻ്റെ ചലനത്തിലോട്ട് നമ്മൾ മാറും. എങ്കിലും പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. ഓൾറൈറ്റ്, അവർ ചലനം ആരംഭിച്ചു. എങ്കിലും ചലനം ധാരാളമുണ്ട്. 40 വർഷം മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി. 40 വർഷങ്ങൾ ചലനം ഇല്ലാത്തവർ അവരുടെ ജീവിതത്തിൽ ചലനം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ, അത് പ്രോഗ്രസ് ഉണ്ടോ? ചലനം മാത്രമേ ഉള്ളൂ, അതോ മുന്നേറ്റമുണ്ടോ? ചിലർ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എങ്ങും എത്തുന്നില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല, അവർക്കുള്ള വാഗ്ദത്തത്തിലേക്ക് അവർ കടക്കുന്നില്ല. 1 മിനിറ്റ് അടങ്ങിയിരിക്കാനുമില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുമില്ല. ചലനം അറ്റുപോയ ചിലതിനോടും ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാത്ത ചിലതിനോടും പറയട്ടെ, ഒരു സ്ഥലത്ത് ഒരേ അളവിൽ സ്റ്റാഗ്നന്റായി, ഒരേ അളവിൽ തളം കെട്ടിപ്പോകുന്നത് പോലെ ചിലതിനെ ആക്കുവാൻ ശത്രു തീരുമാനിക്കുന്നെങ്കിൽ ഇന്ന് അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ചിലർ ഇന്ന് അവരുടെ കരങ്ങളെ ഉയർത്തുമെങ്കിൽ, യോർദാന്റെ ഒഴുക്കിലേക്ക് കാൽ ുമെങ്കിൽ യോർദാന്റെ ഒഴുക്ക് നിന്നിരിക്കും. യെരിഹോ മതിലുകൾ തകർന്നിരിക്കും. Learn to revive, to wake up. ആ അകത്തുള്ള വ്യാപാരത്തെ ഒന്ന് ഉണർത്തുവാൻ ചിലർ പഠിച്ചേ മതിയാകൂ. മുഹമ്മദ് അലി എന്ന പേരുള്ള ഒരു ബോക്സർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു. തന്റെ ശരീരം 5 അടി 3 ഇഞ്ച് 6 അടി 3 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ ആദ്യമായി ബോക്സിങ്ങിന് വേണ്ടി വരുമ്പോൾ ലോകത്തെ മുഴുവൻ ടേക്കൺ ബൈ സർപ്രൈസ്. കാര്യം ആ ഹെവി വെയിറ്റ്സ് എല്ലാം ഒരിടത്ത് ഉറച്ചു നിന്ന് അവർ ഇടിച്ച് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരിടത്ത് നിൽക്കത്തില്ല. താൻ പറയുന്ന ബട്ടർഫ്ലൈ മൂവ്, തൻ്റെ മൂവ്സിനെ കുറിച്ച് പറയുന്നത് താൻ ചലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. കാര്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ശത്രുവിനെ തൊടുവാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് തന്നെ പലതിൻ്റെയും ചലനത്തെ ഒന്ന് നിർത്തിക്കളയുവാൻ ശത്രു ആരംഭിക്കുമ്പോൾ പറ, നോ, ഞാൻ ഒരിടത്ത് ഒതുങ്ങിപ്പോകുകയില്ല, ഞാൻ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകുകയില്ല, എൻ്റെ പാദങ്ങൾ ഒരിടത്ത് ഒതുങ്ങിപ്പോകുകയില്ല, ഞാൻ ചലിച്ചുകൊണ്ടിരിക്കും. ചെങ്കടലിലോ മരുഭൂമിയിലോ ഞാൻ ഒരിടത്ത് ഒതുങ്ങിപ്പോകുകയില്ല, ഞാൻ ചലിച്ചുകൊണ്ടിരിക്കും. ചലിച്ചാൽ ശത്രുവെ നിനക്ക് തൊടുവാൻ സാധിക്കുകയില്ല. എൻ്റെ മുൻപിൽ ചുരുങ്ങിയ ചില നിമിഷങ്ങളേ ഉള്ളൂ. മെസ്സേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ആത്മശക്തിക്കായി തയ്യാറായിക്കോ. എന്ന് പകൽക്കാലം ചിലതിനെ ഒരു ചലനത്തിനായി, ഒരു യാത്രയ്ക്കായി, ദീർഘയാത്രയ്ക്കായി, ശുഭയാത്രയ്ക്കായി എൻ്റെ ദൈവം ചിലതിനെ അഴിച്ചുവിടുവാൻ പോകുകയാണ്. അവരുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടായിരിക്കും. കാര്യം ചിലർ അവരുടെ അകത്തുള്ള ആത്മശക്തിയെ ഒന്ന് വ്യാപാരം ചെയ്യുവാൻ ഉണർന്നിരിക്കും. മറ്റു ചിലരുടെ മേൽ ഇന്ന് ഈ പാട്ടുപാടി, ഇതിൻ്റെ അകത്തൊരു പാട്ടുപാടി കഴിയുന്നതിനോടകം ചിലരുടെ അകത്തേക്ക് ഒരു ആത്മശക്തി വന്നിരിക്കും. എത്ര പേർ ആമേൻ പറയും? ആമേൻ പറയും? ആമേൻ പറയും? യെസ് ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. ഓൾറൈറ്റ്, മടങ്ങി വരാൻ ആഗ്രഹിക്കുക. ആത്മശക്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം, യേശു കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മർക്കോസിന്റെ സുവിശേഷം 11:23. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശു കർത്താവ് ഇവിടെ പറയുകയാണ്. ഒന്ന്, ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തണം. പലരും മനസ്സിൻ്റെ അകത്ത് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എങ്കിലും വാക്കുകളിൽ കൂടെ ആ ശത്രുവിനെ നേരിടുവാൻ, ദൈവമേ ഈ പർവ്വതം മാറ്റണമേ, നോ നോ നോ, യേശു കർത്താവ് അത് നീ പ്രാർത്ഥിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥനയല്ല, ഇതൊരു കൽപ്പനയാണ്. ചില ആഴ്ചകൾക്ക് മുൻപേ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എന്നോട് കൽപ്പിക്കുക. യേശു കർത്താവ് പറയുക, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, തടസ്സമുണ്ടല്ലോ, ആ പർവ്വതമുണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറ്റിവെക്കുവാനല്ല, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയെ ഉണർത്താൻ, കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് വരും. ആത്മശക്തിയെ ഉണർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പർവ്വതത്തോട് സംസാരിക്കണം. ടോക്ക് ടു ദ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾ സംസാരിക്കുക. 4 പേര് കാണുമ്പോൾ സംസാരിച്ചാൽ ഓർക്കും ലെവല് തെറ്റിയതാന്ന് ഓർക്കും, എവിടെയോ നട്ട് ലൂസായതാന്ന് ഓർക്കും. അതുകൊണ്ട് മുറിക്കകത്ത് കടന്ന് വാതിൽ അടച്ചിട്ട് സംസാരിച്ചാൽ മതി. എങ്കിലും സംസാരിക്കണം. ടോക്ക് സംസാരിക്കണം. കാര്യം സംസാരിക്കുമ്പോൾ, അധരങ്ങൾ ചലിക്കുമ്പോൾ, ശബ്ദം ഉയരുമ്പോൾ, വാക്കുകൾ വരുമ്പോൾ ചിലതൊക്കെ സംഭവിച്ചിരിക്കും. യേശു കർത്താവ് പറയണം, പർവ്വതത്തോട് നീങ്ങിപ്പോകുവാൻ പറ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വതം എന്താണ്? നിങ്ങളുടെ ഫീസ് കെട്ടുവാൻ കഴിയാത്ത ഒരു സാമ്പത്തിക നിലവാരമാണോ? നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു രോഗമാണോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണോ? ഇന്ന് ചില പ്രശ്നങ്ങളെ നോക്കി ശബ്ദം ഉയർത്തി പറ, യേശുവിൻ്റെ നാമത്തിൽ പർവ്വതമേ നീ വിട്ടുമാറിയേ മതിയാകൂ. എങ്കിലും അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഈ വാക്കിന്റെ പ്രദർശനം യേശു കർത്താവ് പറഞ്ഞു. അതും കൂടെ പറഞ്ഞ് നമ്മൾ പാട്ടുപാടാൻ പോകുക. വർഷിപ്പ് ടീം പ്ലീസ് കം അപ്പ്. എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുക. എങ്ങനെയാണ് ഈ ശക്തിയെ ഉണർത്തിവിടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യം. യുക്തിവാദികൾക്കും ബുദ്ധിശാലികൾക്കും ഒട്ടും മനസ്സിലാകാത്ത ഒരു വാക്യമാണ്. ഈ പർവ്വതത്തോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? അതെ, പർവ്വതത്തോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. പ്രശ്നത്തെ കാണുമ്പോൾ പറഞ്ഞാട്ടെ എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഉറക്കെ യേശു കർത്താവ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. എന്താണ്? ലാസറേ പുറത്തു വരിക. Why? എന്താ? ദൈവത്തിന് ചെവി കേൾക്കത്തില്ലയോ? പെതിയെ പറഞ്ഞാൽ പോരായോ? ഉറക്കെ പറഞ്ഞ ലാസർ കേൾക്കുമോ? ശവക്കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ലാസർ കേൾക്കുമോ? എനിക്കത് വിഷയമല്ല. ലാസർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ എനിക്ക് വിഷയമല്ല. പിതാവിന് ചെവി കേൾക്കത്തില്ലയോ? നിന്റെ ചോദ്യത്തിന് ആരാ മറുപടി പറയാൻ പോകുന്നത്? എനിക്കൊരു കാര്യം അറിയാം, അകത്തുള്ള ശക്തിയെ ഒന്ന് ഉണർത്തണമെങ്കിൽ ഉറക്കെ പറഞ്ഞെങ്കിലേ ചിലതൊക്കെ സംഭവിക്കത്തുള്ളൂ. കരങ്ങൾ അടിച്ചെങ്കിലേ ചിലതൊക്കെ സംഭവിക്കുകയുള്ളൂ. കരം ഉയർത്തിയെങ്കിലേ ചിലതൊക്കെ സംഭവിക്കുകയുള്ളൂ. ആർപ്പിട്ടെങ്കിലേ ചിലതൊക്കെ സംഭവിക്കുകയുള്ളൂ. അകത്ത് പകർന്നിരിക്കുന്ന ആത്മശക്തിയെ ഒന്ന് ഉണർത്തണമെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ ആത്മീയ തത്വങ്ങൾ, അതിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ചിലതുണ്ടെങ്കിൽ പറയട്ടെ, ചില മരിച്ചുപോയ അവസ്ഥകൾ തിരിച്ച് ജീവൻ പ്രാപിച്ചിരിക്കും. മുദ്രകുത്തി തള്ളിക്കളഞ്ഞ ചിലത് നിന്റെ ജീവിതത്തിൽ മടങ്ങി വന്നിരിക്കും. ഇന്ന് പകൽക്കാലം ചിലതിനോട് ദൈവാത്മാവ് പറയുക, learn the dynamics of the spirit world. ആത്മമണ്ഡലത്തിന്റെ ചില തത്വങ്ങൾ പഠിക്കുവാൻ ചിലർ തയ്യാറാകട്ടെ. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആലയമായി ഇന്ന് പകൽക്കാലം ചിലത് അവരുടെ ശരീരത്തെ മാറ്റി കഴിയുമ്പോൾ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന, അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന, അകത്ത് കിടക്കുന്ന ആത്മശക്തിയുണ്ടല്ലോ, അത് വ്യാപരിക്കും.
വ്യാപാര പദ്ധതിയിലേക്ക്, വ്യാപാര മണ്ഡലത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന എന്നേക്കാൾ കേൾക്കുന്ന, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചിലരുടെ അകത്ത് ശക്തിയുണ്ട്. ഒരുമിച്ച് ഒന്ന് ഉയരുവാൻ പോകുകയാണ്. ആ ശക്തി ഒന്ന് ഒരുമിച്ച് ഒന്ന് ഉണർത്തുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചിലർ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അഭിഷേകത്തെ തരുന്നവനെ എന്ന് പാടി ആരംഭിച്ചെങ്കിൽ ഇന്ന് ചിലർ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അഭിഷേകത്തെ തന്നവനെ ഇന്ന് ആത്മനദിയിലേക്ക് എന്നെ ഒന്ന് ഇറക്കണം. ആ ദൂതൻ 1000 മുഴമളന്ന് ആദ്യം പ്രവാചകനെ കൊണ്ടുപോയി നരിയാണിയോളം വെള്ളമായി. അത് കഴിഞ്ഞ് അടുത്ത 1000 മുഴമളന്നു മുട്ടോളമായി, അടുത്ത 1000 മുഴമളന്നു അരയോളമായി. പിന്നത്തേതിൽ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയിലേക്ക് പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന ചിലതിനെ ആത്മശക്തിയാൽ നിറച്ചതിനാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു ആത്മനദിയിലേക്ക് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ചിലതിനെ ഇറക്കുവാൻ പോകുകയാണ്. ആ പറയും, അതേ കർത്താവേ, ആ ആത്മനദിയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. ഇന്ന് ചിലർ ശബ്ദമുയർത്തി പറയും, ലാസറേ പുറത്തു വരിക, മരിച്ചുപോയ അവസ്ഥകളെ ജീവൻ പ്രാപിക്കുക. കാര്യം എന്റെ അകത്തുള്ള ആത്മശക്തിയാൽ ഞാൻ ചിലതിനെ അഡ്രസ് ചെയ്യുവാൻ പോകുകയാണ്. തയ്യാറാണോ? നമ്മളൊരു പാട്ട് പാടുവാൻ പോകും. എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു പാട്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. താങ്ക് യു. 1 മണിക്കൂറേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? അടുത്ത ആഴ്ചയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എങ്കിലും ഇന്ന് ചിലർ ആത്മനദിയിലേക്ക് ഇറങ്ങിയിരിക്കും. കരങ്ങളെ അടിച്ച് ശക്തിയോടെ പാടി ദൈവത്തെ സ്തുതിക്കാം. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആ ശക്തിയിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ ഇറക്കട്ടെ, കരം പിടിച്ചിറക്കട്ടെ. ഇന്ന് ചിലരുടെ ശരീരങ്ങൾ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക. ചില ഭവനങ്ങളെ നിറയ്ക്കുന്നത് പോലെ, ചില ശരീരങ്ങളെ നിറയ്ക്കുന്നത് പോലെ ആത്മശക്തിയിൽ ചിലർ ഇന്ന് പകൽക്കാലം ഉയരട്ടെ. Yes, 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 yes. Yes, 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 yes. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനാഥനോട് തങ്കരുടെ കാറ്റ് ആത്മനദി എന്നിലേക്ക് അവരൊഴുകി. ആത്മനാഥനോട് തങ്കരുടെ കാറ്റ് ആത്മനദി എന്നിലേക്ക് ആത്മനദി ആത്മനദിയന്റെ ഭാരതം മരച്ചപ്പോൾ ഭാരതക്കാരന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദിയന്റെ ഭാരതം നനച്ചപ്പോൾ ഭാരതക്കാരന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കുണ്ടാകും അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്കുണ്ടാകും അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദിയന്റെ മുട്ടോളമെത്തിയപ്പോൾ ആരാധിച്ചപ്പോൾ. ആത്മനദി എന്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ. അത്യന്ത ശക്തിയാൽ മൺകൂടാരം വന്നുപോലെ പൊങ്ങി പൊങ്ങിത്തുടങ്ങി. അത്യന്ത ശക്തിയാൽ മൺകൂടാരം വന്നുപോലെ പൊങ്ങി പൊങ്ങിത്തുടങ്ങി. ആത്മനദി എന്റെ അരയോളമെത്തി ആരും അറിയാത്തൊരു ഭാഷ ചൊല്ലി. ആത്മനദി എന്റെ അരയോളമെത്തി ആരും അറിയാത്തൊരു ഭാഷ ചൊല്ലി. മനുഷ്യരോടല്ല ദൈവത്തോട് തന്നെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല ദൈവത്തോട് തന്നെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എന്റെ ശിരസോളമെത്തി താരയിൽ ഉറക്കാതെയായി. ആത്മനദി എന്റെ ശിരസോളമെത്തി താരയിൽ ഉറക്കാതെയായി. ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ അന്നു നീതി തുടങ്ങി. ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ അന്നു നീതി തുടങ്ങി. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനാഥനോട് തങ്കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവരൊഴുകി. ആത്മനാഥനോട് തങ്കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവരൊഴുകി. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനാഥനോട് തങ്കരുണ കാട്ടി
ഭാഷണ ചൊല്ലി ആത്മനദി എന്റെ അരയോളമെത്തി അറിയാത്തൊരു ഭാഷണ ചൊല്ലി മനുഷ്യരോടല്ല എൻ ദൈവത്തോട് തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഓ മനുഷ്യരോടല്ല എൻ ദൈവത്തോട് തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എന്റെ ശിരസോളമെത്തി താരയിൽ ഉറയ്ക്കാതെയായി. ആത്മനദി എന്റെ ശിരസോളമെത്തി താരയിൽ ഉറയ്ക്കാതെയായി. ും ഭാരമില്ലാതായി ആത്മനദിയിൽ അന്നു നീതിൽ തുടങ്ങി. ദേഹത്തിനും ഭാരമില്ലാതായി അന്നു നീതിൽ തുടങ്ങി. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവനോട് ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവനോട് ഞാനും കാത്തിരുന്നപ്പോൾ. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ഓ ആത്മനദി
ഞങ്ങളുടെ ശബ്ദത്തിന്റെ മുൻപിൽ ഇതിൻ്റെ അകത്തേക്ക് റിലീസാകുന്ന ഒരു ആത്മശക്തിയുടെ പകർച്ചയ്ക്കായി നന്ദി അപ്പാ. മ്യൂസിക്കിൽ നിന്നാലും നിൽക്കാത്തതുപോലെ ആത്മശക്തിയുടെ പകർച്ചയ്ക്കായി നന്ദി. തമ്പേറാടി നിന്നാലും നിൽക്കാത്ത ആത്മനദിയുടെ വ്യാപാരത്തിനായി നന്ദി. ഹല്ലേലൂയ. പാട്ട് കഴിഞ്ഞാലും നിൽക്കാത്ത ആരാധനയ്ക്കായി നന്ദി. നിലനിൽക്കുന്ന ചില പകർച്ചകൾക്കായി നന്ദി കർത്താവേ. അകത്ത് വ്യാപരിക്കുന്ന ഈ ആത്മശക്തിയാൽ ചില വൻ മതിലുകളെ ഇടിച്ചു കളയുവാൻ, യെരിഹോ മതിലുകളെ ഇടിച്ചു കളയുവാൻ, ചെങ്കടലുകളെ പിളർന്നു കളയുവാൻ, യോർദാന്റെ വൻ ഒഴുക്കിനെ ചവിട്ടി നിർത്തുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടൽ ഉപ്പുവെള്ളത്തിൽ മുക്കിക്കളയുവാൻ, ചില ഭവനങ്ങളുടെ മുന്നിലുള്ള ഇടിഞ്ഞുപോയ മതിലുകൾ കെട്ടിപ്പണിതുയർത്തുവാൻ, ചില നഷ്ടപ്പെട്ടു പോയ കാവലുകൾ പരിചകൾ മടങ്ങി വരുവാൻ, ചില ശത്രുവിന്റെ തന്ത്രങ്ങളെ ഉന്മൂലനാശം ചെയ്യുവാൻ, ചില പൈശാചിക പദ്ധതികളുടെ പകർച്ചകളെ, അതിന്റെ വ്യാപാരങ്ങളെ എന്നേക്കുമായി മുക്കിക്കളയുന്ന ആത്മനദിയുടെ പകർച്ചകൾ ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ, എന്ന പകൽക്കാലം ഈ ആത്മീയ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പകർച്ചയ്ക്കായി ആത്മാവിന്റെ വ്യാപാരത്തിനായി തുറന്നു വിടുകയാണ്. Receive the revelation. ആത്മാവിന്റെ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാട് ചിലർ പ്രാപിക്കട്ടെ. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ ആത്മശക്തിയെ ഉണർത്തുന്നത് പോലെ അവരുടെ അകത്തുള്ള ആത്മാവിനെ, അവരുടെ അകത്തുള്ള ആത്മമനുഷ്യനെ, അവരുടെ അകത്തുള്ള ആത്മ പകർച്ചയെ ഉണർത്തുന്നത് പോലെ ചിലരുടെ അകത്തേക്ക് ഒരു പുതിയ വചന വെളിപ്പാട് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പകർന്നിരിക്കുക. ഞങ്ങളെ സ്തുതിക്കുന്നു. Thank you, Lord. Thank you, Lord. Thank you, Lord. അങ്ങനെ ചിലരുടെ അകത്തുനിന്ന് ഉണർന്നു കിട്ടിയ ആത്മാവിന്റെ വ്യാപാരത്തെ കിടത്തിക്കളയുവാൻ ഒരു യുക്തിക്കും ഒരു ബുദ്ധിക്കും കഴിയാത്തതുപോലെ, ഒരു മതിലിനും ഒരു ചെങ്കടലിനും പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതുപോലെ, രാജവസ്ത്രത്തിനോ മറ്റൊന്നിനുമോ മാറ്റി നിർത്തുവാൻ കഴിയാത്തതുപോലെ, രാജവസ്ത്രം മാറ്റിവെച്ച് പഞ്ഞിനൂലങ്കി കൊണ്ട് പെട്ടകത്തിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്തൊരു ദാവീദിനെ പോലെ ആടിന്റെ പിന്നിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ കസേരയിലേക്ക് മാറ്റുന്നതിനെ പോലെ ചിലതിന്റെ ജീവിതാനുഭവങ്ങളെ മാറ്റുവാൻ lateral shifts, ചില ചലനങ്ങൾ സംഭവിക്കുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലരുടെ മേൽ ചിലരെ നടത്തുകയാൽ, ചിലരെ നിറച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയിൽ മടങ്ങുവാൻ ഇന്ന് പകൽക്കാലം ചിലരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തന്നെ.